200 കോടി ജനത്തിനകത്ത് 150 കോടിയും പട്ടിണി കിടക്കുമായിരുന്നു, 50 കോടി പട്ടിണി ഇല്ലാതിരുന്നുള്ളൂ. ഇന്ന് 650 കോടിയും പട്ടിണിയില്ലാത്തവരാണ്, ബാക്കിയുള്ളവർ മാത്രമാണ് പട്ടിണി കിടക്കുന്നത്. അപ്പോൾ അത്രയും സുഖസൗകര്യങ്ങളോടെ ജീവിക്കുന്ന ഒരു ലോകം ഉണ്ടായതുകൊണ്ട് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യും, പക്ഷേ ഒരാൾ അല്ലെങ്കിൽ ഒരു പെയർ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറയും. അതുകൊണ്ടാണ് എണ്ണം കുറയുന്നത്. എല്ലാവരും കുഞ്ഞുങ്ങളെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് ജനിതകമായിട്ട് തന്നെ നമ്മളിലത് നമുക്ക് ഫീൽ ചെയ്യും. ധാരാളം കുട്ടികളെ ഉണ്ടാക്കാൻ തോന്നത്തില്ല. അത് ഫാമിലി പ്ലാനിങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടെന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഉപയോഗിച്ചു പോകും, കുട്ടി വേണ്ടാന്ന് തോന്നും. അത് ഇതുകൊണ്ടാണ് ജനസംഖ്യ ജീവിച്ചിരിക്കുന്നവർ. പിന്നെ അതുമാത്രമല്ല, ഷഷ്ടിപൂർത്തി ആഘോഷിച്ചിരുന്നവരാണ് നമ്മളെല്ലാം. ഈ നാട്ടിലെ ഭയങ്കരമായിട്ട് ആഘോഷിച്ചിരുന്നത്. ഇന്നായാലും മിണ്ടത്തില്ല, 60 വയസ്സായ കാര്യം പറയത്തില്ല. പണ്ടാന്ന് 55 വയസ്സിൽ പെൻഷനാണ്. ഗവൺമെൻറ് പെൻഷൻ കൊടുത്തിരുന്ന 5-6 വർഷമായിരുന്നു. അത് കഴിയുമ്പോഴത്തേനും അവർ മരിച്ചു. ഇന്ന് 35-40 വർഷമാണ് പെൻഷൻ മേടിക്കുന്നത്. ഇരട്ടി ജീവിതമാണ് നയിക്കുന്നത്. ഈ മേഖലകളിലുള്ള വർധനവിൻ്റെ വ്യത്യാസം കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പോപ്പുലേഷൻ ഉണ്ടാക്കാനുള്ള, ആരും പറഞ്ഞിട്ടല്ല, ഉണ്ടാക്കാൻ തോന്നത്തില്ല. അതുകൊണ്ട് നമ്മൾ റോഡിലോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേനും അവിടെ എല്ലാം മനുഷ്യരാണ്. ബസ്സിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ, എന്താ വെച്ചാൽ ട്രെയിനകത്ത് കയറിയാൽ അപ്പം നിറച്ച ആളുള്ള ഒരു ഫീല് നമ്മളിലുണ്ടാവും. അപ്പോൾ അത്രയും പേരെ വേണ്ടാന്ന് തോന്നും. പിന്നെ മാത്രമല്ല, ഉണ്ടാകുന്ന കുഞ്ഞ് മരിക്കുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 5 കുട്ടികളാണ് 1000. അപ്പോൾ അതിനകത്ത് ബാക്കിയുള്ളവർ മുഴുവൻ ജീവിച്ചിരിക്കുകയാണ്. ഈ ഒരു വ്യത്യാസമാണ് ഈ പോപ്പുലേഷൻ ഉണ്ടാക്കുന്നതിൽ കുറവ് വരുന്നത്. പക്ഷേ അത് ലോകത്ത് പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിച്ചാൽ അല്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കണം. 2K കിഡ്സ് അറിയാലോ സാർ, 2000 കഴിഞ്ഞ് സാറ് പറഞ്ഞ പോലെ എന്താ പറയുക, സാറുമായിട്ട് ഒരുപാട് അവർ റിലേറ്റ് ചെയ്യുന്നുണ്ട്. സാറ് പറയുന്ന പല കാര്യങ്ങളും അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പോൾ സാർ, ഐ എം എ ലേഡി ഇൻ 35. എൻ്റെ പാർട്ട്ണർ ടോക്സിക് ആണോ അല്ലയോ എന്ന് തെളിയിക്കുന്ന ഒരു 3 ട്രെയ്റ്റ്സ് സാറിന് സൂചിപ്പിക്കാൻ പറഞ്ഞാൽ, അതായത് എൻ്റെ ഒരു പാർട്ട്ണർ, എനിക്ക് ഒന്നാൾ കല്യാണം കഴിച്ച ഒരാളായിരിക്കും, 35 ആണ്, എൻ്റെ പാർട്ട്ണർ ടോക്സിക് ആണെന്ന് വ്യക്തമായി തെളിയുന്ന ആദ്യത്തെ ഒരു 3 ട്രെയ്റ്റ്സ് സാർ എങ്ങനെയായിരിക്കും ആളോട് പറയുക? ഞാൻ ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ ഈ വ്യക്തികളെ പറയുന്ന പോലുള്ളൊരു സ്ഥലമാണ്. ഒരാൾ ടോക്സിക്കായിട്ടിരിക്കുന്നത് അയാളും അയാളുടെ ആ സിറ്റുവേഷനും കൂടെ ചേർന്നിട്ട് മാത്രമാണ്. കറക്റ്റ്. രണ്ടുപേര് തമ്മിൽ വളരെ വയലൻ്റായിട്ടുള്ള ജീവിതമുള്ളവർ പിരിഞ്ഞിട്ട് വേറെ ആൾക്കാരുമായിട്ട് ഒരു പ്രശ്നമില്ലാതെ ജീവിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനുള്ള, ടോക്സിസിറ്റി എന്ന് നമ്മൾ പറയുന്നത് സിറ്റുവേഷൻ ബ്രീഡ് ചെയ്യുന്നതാണ്, അല്ലാതെ ആ ആളുകളിൽ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമല്ല. ഒരാളുടെ ട്രെയ്റ്റ് എന്ന് പറഞ്ഞാൽ, ഒരാളെ നമ്മൾ വ്യത്യസ്തമായിട്ട് നമ്മൾ കാണുന്നത്, ആ ട്രെയ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കൂടെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഒന്നും തോന്നത്തില്ല. എത്രയോ പേര് നമ്മൾ ഇങ്ങനെ അത്ഭുതപ്പെടുത്തില്ലേ, നമ്മൾ വെടിവെച്ച് കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൂട്ടുകാരുണ്ടാവും, പാർട്ട്നേഴ്സ് ഉണ്ടാവും. അവരെങ്ങനെയാണ് അത് കാണുന്നതെന്നുള്ളൊരു കാര്യമില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ അങ്ങനെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ ഒരാൾ എൻ്റെ പാർട്ട്ണർ ടോക്സിക് ആണോ എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ട്രെയ്റ്റ് പറയുക എന്ന് പറയുന്നത്, അയാൾ നിങ്ങളുടെ അടുത്ത് പെരുമാറുന്ന രീതി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും, ഓക്കെ ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ് ടോക്സിക് ആവുന്നത്, വ്യക്തികളല്ല. പിന്നെ സാറിനോട് ചോദിക്കാനുള്ളത്, വ്യക്തമായിട്ടുള്ള അഭിപ്രായം സാർ എല്ലാ കാര്യത്തിലുമുണ്ട്, എന്നാലും നമ്മുടെ കേരളത്തിൽ നിന്ന് ഈ ഒരാളെ മാറ്റിയാൽ പകുതി പ്രശ്നങ്ങൾ കഴിഞ്ഞു എന്ന് തോന്നുന്ന ആ ഒരു പേര് ആരുടേതായിരിക്കും? ഇതൊക്കെ എന്താ പറയുക, അഭ്യൂഹങ്ങൾ വെച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. റിയാലിറ്റി ആയിട്ടൊന്നും ഒരു ബന്ധമില്ല. എന്നാലും ഒരു മനുഷ്യനും അങ്ങനെ ആരും ഒരാളുമില്ല. ഒരാളെ നാട്ടിൽ നിന്ന് മാറ്റിയാൽ അയാൾ മരിച്ചുപോയി എല്ലാ കൊല്ലവും ആൾക്കാർ മരിച്ചു പോകുന്നില്ലേ? ഒന്നും തന്നെ സംഭവിക്കുന്നില്ലല്ലോ. അല്ല, ഈ ഒരു മേഖലയിൽ, ഇന്ന മേഖലയിൽ ഈ പുള്ളി ചെയ്യുന്നത് ഒരു രീതിയിലും സാറിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമായി തോന്നിയ ഒരു സോ കോൾഡ് ഒരു പബ്ലിക് ഫിഗറോ ഓർ എനിത്തിങ്, അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും സാറിന് മനസ്സിൽ വരുന്നുണ്ടോ? വേണ്ടാധീനങ്ങൾ വിളിച്ചു പറയുക, ഒരു കാര്യവുമില്ലാത്ത കാര്യങ്ങൾ മെസ്സുണ്ടാക്കുക, അങ്ങനെ ഒരു രീതിയിൽ നമ്മുടെ സിസ്റ്റത്തിനെ തന്നെ കുറച്ചൊന്ന് മെസ്റ്റപ്പ് ആകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ പുള്ളി നടത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പുള്ളി കുറച്ചൊന്ന് ഇത് എന്നാൽ കേരളം വിൽ ബി ക്വൈറ്റ് ബെറ്റർ
എന്ന് സാറിന് തോന്നിച്ച ഏതെങ്കിലും ഒരു മുഖമോ? ഞാൻ ഈ വിഷയങ്ങളെ മനസ്സിലാക്കുന്ന രീതി ഇതുപോലെ അല്ല. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഏതെങ്കിലും വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ടല്ല, സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ ആളുകളെല്ലാം. അത് മാറുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരാൾ ഒരു 2 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ മറന്നു പോലും പോകും. അപ്പോൾ ഇരിക്കുന്ന ആളിനെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ഈ മുഖ്യമന്ത്രിമാരെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്, അയാൾ മാറിയാൽ രക്ഷപ്പെടും. പക്ഷെ അങ്ങനെ നമ്മൾ കാണത്തില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് അധികാരം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരൊക്കെ, ഇപ്പോൾ ഹിറ്റ്ലർ ഇരുന്ന സമയത്തായിരുന്നു എല്ലാം പ്രശ്നമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ബോംബൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ട്രംപിനെ മാറ്റിയാൽ നാട് ശരിയാകും എന്ന് വിചാരിക്കും. ഞാൻ അങ്ങനെ വിചാരിക്കുന്നേ ഇല്ല. അയാൾക്ക് പകരം ഉടനെ തന്നെ ആ സ്ലോട്ടിൽ അതുപോലത്തെ ആൾക്കാരെത്തും. അത് ഞാൻ ആ വിഷയം മനസ്സിലാക്കുന്ന അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളാ ചോദിക്കുന്നത്. വെറുതെയൊക്കെ ആൾക്കാർ പറയും ഇയാളങ്ങ് ചത്തുപോയിരുന്നെങ്കിൽ നാടങ്ങ് നന്നായെന്ന് പറയുന്നത് ഒരു വെറും പറച്ചിൽ മാത്രമാണ്. അങ്ങനല്ല. നമ്മൾ മനസ്സിലാക്കാനുള്ളത് എല്ലാ ചീഫ് ജസ്റ്റിസുമാരും ഉണ്ടാകുമ്പോഴൊക്കെ ഇതുപോലെ നമുക്കിങ്ങനെ ആലോചിക്കുമ്പോൾ ഇവരൊന്ന് ഇല്ലായിരുന്നെങ്കിൽ നേരെയായെന്ന് തോന്നും. അങ്ങനെ തോന്നുന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ സാർ റിയൽ അല്ല. അത് പറഞ്ഞു കേട്ടു സാർ, ഇത്രയും വർഷം പ്രവർത്തിച്ചുകൊണ്ട് നിന്നവരൊക്കെ മണ്ടന്മാരാക്കിയാണോ മറ്റുള്ളവരെ കൊണ്ട് പ്ലേസ് ചെയ്തെന്ന്. അതിൽ സാറിൻ്റെ സ്റ്റാൻഡ് എന്താണ്? അവരുടെ എന്ന് പറഞ്ഞാൽ അവരെ മണ്ടന്മാരാക്കിക്കൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. ഇലക്ഷന് ജയിക്കുക എന്ന് പറയുന്നത് ഒരു നീഡുണ്ട് രാഷ്ട്രീയ പാർട്ടിക്ക്. ഒരു വോട്ടിന് ജയിക്കേണ്ടതുണ്ട്. ജയിച്ചില്ലെന്നുണ്ടെങ്കിൽ യാതൊരു കാര്യമില്ല, ഇലക്ഷന് നിന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇലക്ഷന് ജയിക്കുക എന്ന് പറയുന്നത് മാത്രം ലക്ഷ്യമായി മാറിയിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെ നിലനിർത്തുന്നത്. സാർ അതിന് ടോട്ടലി അഗെയിൻസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമല്ല. അല്ല. ഈ മരിച്ചവരുമായിട്ട് സംസാരിക്കാൻ, കണക്ട് ചെയ്യാൻ ഈ ഓജോ ബോർഡ് പോലുള്ള കാര്യങ്ങളുമായിട്ട് പല വിദഗ്ധരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സാറ് അങ്ങനെ എന്തെങ്കിലും ഒരു ആഫ്റ്റർ ലൈഫിലോ അതുമായിട്ട് വരുന്ന ഏതെങ്കിലും കാര്യങ്ങൾ അങ്ങനെ അറ്റംപ്റ്റ് ചെയ്തിട്ട് വല്ലതും ഉണ്ടോ സാർ? ഇല്ല. ഞാനൊരു പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ആ സമയത്തൊക്കെ കൂട്ടുകാരായിരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. സ്റ്റൗവൊക്കെ എടുത്ത് വെച്ചിട്ടൊക്കെ തൊട്ടിട്ട് അത് അനങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിൽക്കാലത്ത് എനിക്കതിനെപ്പറ്റിയൊക്കെ മനസ്സിലായ സമയത്ത് അങ്ങനെയൊന്നും തന്നെ ഇല്ലെന്നറിയുന്ന ഒരാളാണ്. അല്ലാതെ സംശയങ്ങളൊന്നും അവിടെ ഇല്ല. മരിച്ചാലവിടെ വെച്ച് തീരുന്ന മനുഷ്യർ മാത്രമേ ഉള്ളെന്നറിയാം. വിവാഹത്തെപ്പറ്റിയും പ്രണയ ജീവിതത്തെപ്പറ്റിയൊക്കെ ഒരുപാട് ഇൻ്റർവ്യൂസിൽ സാറ് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ആവർത്തിക്കുന്നില്ല. എന്നാലും നാളെ രാവിലെ വിവാഹം കഴിക്കാൻ നിൽക്കുന്ന ഒരു പെൺകുട്ടിയോടും ആൺകുട്ടിയോടും സാറ് നൽകുന്ന ഒരു സിംഗിൾ പീസ് ഓഫ് അഡ്വൈസ്. ആകെപ്പാടെ ഞാൻ പറയുന്നത് അവരുടെ തിരഞ്ഞെടുപ്പായിരിക്കണം എന്നുള്ളതാണ്. തിരഞ്ഞെടുത്തവർ തമ്മിലാണ് വിവാഹ കരാറുകളിൽ ഒപ്പിടേണ്ടത്. അല്ലാതെ അമ്മയും അച്ഛനും കുടുംബങ്ങളും ആലോചിക്കുന്ന ഒരു വിവാഹത്തിൽ അവർ ഇടപെടരുത്. ഞങ്ങളുടെ വിവാഹമായി എന്ന് പറയുന്ന ഒരു കുറി കാണാനാണ് എനിക്ക് ആഗ്രഹം.